ഇന്ന് ഞാൻ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശത്തിൻ്റെ ആദ്യ ഭാഗം വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. സാന്റിയാഗോ എന്ന ഒരു ആട്ടിടയൻ്റെ കഥയാണിത്. പലപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആട്ടിടയൻ നമ്മൾ തന്നെയല്ലേ എന്ന് തോന്നിപ്പോകും. സാന്റിയാഗോ സാധാരണ ഇടയന്മാരിൽ നിന്നും വ്യത്യസ്തനാണ്. ആടുകളെ മേയ്ക്കാനുള്ള വടികൾക്കൊപ്പം അവൻ്റെ കയ്യിൽ പുസ്തകങ്ങളുണ്ടാകും. ആടുകളെ മേയാൻ വിട്ടിട്ട് അവൻ തണലെത്തിരുന്ന് പുസ്തകം വായിക്കും. പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന കടയിൽ ചെന്ന് വായിച്ച പുസ്തകം കൊടുത്ത് വേറെ പുസ്തകങ്ങൾ മാറ്റി വാങ്ങും. ഒരു ദിവസം സന്ധ്യ മയങ്ങാൻ നേരം തൻ്റെ ആട്ടിൻപറ്റങ്ങളുമായി സാന്റിയാഗോ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളിക്കരികിൽ ചെന്നെത്തി. അതിൻ്റെ മേൽക്കൂര വളരെ പണ്ടേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ്. ഒരിക്കൽ സക്രാരി നിന്ന സ്ഥാനത്ത് ഇപ്പോൾ സൈക്കമോർ മരം വളർന്നു നിൽക്കുന്നു. അന്ന് രാത്രി അവൻ അവിടെ കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. തകർന്നു കിടക്കുന്ന പടിവാതിക്കൽ കൂടി അവൻ ആടുകളെ മുഴുവൻ പള്ളിക്കകത്തേക്ക് തെളിച്ചു. രാത്രിയിൽ അവറ്റകൾ പുറത്തു പോകാതിരിക്കാനായി അവിടെ കിടന്നിരുന്ന 2 മരപ്പലകൾ എടുത്ത് വാതിൽ അടച്ചുറപ്പിച്ചു. ഇട്ടിരുന്ന കോട്ടൂരി അതുകൊണ്ട് തന്നെ നിലത്തെ പൊടിയെന്നടിച്ചു മാറ്റി അവൻ കിടക്കാൻ വട്ടം കൂട്ടി. വായിക്കാൻ കയ്യിൽ കരുതിയിരുന്ന പുസ്തകമെടുത്ത് തലയണയായി വെച്ചു. അടുത്ത തവണ കുറച്ചുകൂടി കട്ടിയുള്ള പുസ്തകം കരുതണം. വായിക്കാൻ കൂടുതൽ പേജുകൾ, തല ചായ്ക്കാൻ കൂടുതൽ കനമുള്ള തലയണ, അവൻ തന്നെത്താൻ പറഞ്ഞു. കുറച്ചു നേരം കൂടി ഉറങ്ങാമായിരുന്നുവെന്ന് അവന് തോന്നി. ആ സ്വപ്നമാണ് അവനെ പെട്ടെന്ന് തന്നെ ഉണർത്തിയത്. കഴിഞ്ഞ ആഴ്ചയും കണ്ടു ഇതേ സ്വപ്നം. അന്നും ഇതേപോലെ തന്നെ മുഴുവൻ കാണുന്ന മുമ്പ് ഞെട്ടി ഉണർന്നു. ആട് മേയ്ക്കുന്ന വടിയെടുത്ത് അവൻ എഴുന്നേറ്റു. ഉറങ്ങിക്കിടന്ന ആട്ടിൻകൂട്ടത്തെ മെല്ലെ തട്ടി ഉണർത്താൻ തുടങ്ങി. പക്ഷെ അവൻ എഴുന്നേറ്റ ഉടൻ തന്നെ അവ മുക്കാലം അനങ്ങാൻ തുടങ്ങിയത് അവൻ ശ്രദ്ധിച്ചിരുന്നു. ഏതോ ഒരു നിഗൂഢ ശക്തി അവൻ്റെ ജീവിതത്തെ ആടുകളുമായി ബന്ധിച്ച് നിർത്തിയതുപോലെയായിരുന്നു അത്. താൻ പറയുന്നതൊക്കെ അവറ്റകൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നായിരുന്നു അവൻ്റെ ധാരണ. അതിനാൽ കടന്നു പോകുന്ന വഴിയിലെ കൗതുകമുണർത്തുന്ന വിശേഷങ്ങളും അവൻ അവയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവൻ്റെ വർത്തമാനം മുഴുവൻ ആ പെൺകുട്ടിയെക്കുറിച്ച് മാത്രമായിരുന്നു. തൻ്റെ ആടിൻ്റെ രോമം വിലക്കെടുക്കുന്നയാളുടെ മകൾ. അന്നൊരു ദിവസം രോമം വിൽക്കാൻ കടയിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. കുറച്ചു മാറി കടയിലേക്കുള്ള കൽപ്പടവുകളിൽ തൻ്റെ ഊഴം കാത്ത് അവൻ ഇരിക്കുകയായിരുന്നു. സഞ്ചി തുറന്നു ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. എല്ലാ ആട്ടിടയന്മാരും വായിക്കുമോ? അത് ഞാനാദ്യമായി കാണുകയാണ്. തൊട്ടു പിന്നിൽ നിന്ന് ഒരു പെൺകിടാവിൻ്റെ സ്വരം. കറുത്ത നീണ്ട മുടി, മൂറിഷ് ജേതാക്കളുടെ ഛായ തോന്നിക്കുന്ന കണ്ണുകൾ, തനി ആൻഡലൂസിയക്കാരി. സാധാരണയായി ഞാൻ കൂടുതലും പഠിക്കുന്നത് എൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്നാണ്, പുസ്തകങ്ങളിൽ നിന്നല്ല, അവൻ മറുപടി പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ സംഭാഷണം ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുപോയി. അങ്ങനെ അവളുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് നല്ല രസം തോന്നി. തൻ്റെ ആട്ടിൻപറ്റവുമായി സൊല്ലുന്നതിനേക്കാൾ തികച്ചും വ്യത്യസ്തം. അവൻ്റെ മനസ്സ് സ്വയം അറിയാതെ തുടിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെ സാമീപ്യം, അതുവരെ ഇല്ലായിരുന്ന മോഹങ്ങൾ അവൻ്റെ മനസ്സിൽ ഉണർത്തി. അവൾ എന്നും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ പലതവണ ആഗ്രഹിച്ചു. അവൻ ആടുകളെയും കൊണ്ട് മേച്ച് തൻ്റെ യാത്ര തുടർന്നു. ഇതിനകം എത്രയോ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞു, എത്രയോ യുവതികളെ. എന്നാലും അവനെ പലനാൾ കാത്തിരുന്ന ആ രോമക്കച്ചവടക്കാരൻ്റെ മകളുടെ ഒപ്പം അവരാരും എത്തില്ല. അവളെ കണ്ടുമുട്ടിയതിൽ പിന്നെ വേറൊരു പെണ്ണിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. അവൻ അവളെ കാണാനുള്ള ത്വരയിൽ, ഉത്സാഹത്തിമിർപ്പിൽ ആയി. വെയിൽ നോക്കി അവൻ സമയം കണക്കാക്കി. ഇങ്ങനെ പോയാൽ ഉച്ചയോടെ ടരീഫയിലെത്താം. അവിടെ നിന്ന് ബുക്കുകൾ മാറിയെടുക്കാം, ഒഴിഞ്ഞ കുപ്പികളിൽ വീഞ്ഞു നിറയ്ക്കാം, നന്നായൊന്ന് താടി പഠിക്കാം, മുടിയും വെട്ടിക്കാം. തൻ്റെ പെണ്ണിനെ കാണാൻ പോവുകയല്ലേ. തിടുക്കത്തിൽ ടരീഫയിലേക്ക് നടക്കവേ അവൻ സ്വയം പറഞ്ഞു, സഫലമാക്കാൻ തക്കവണ്ണമുള്ള സ്വപ്നം മനസ്സിലുണ്ടാകുമ്പോഴേ ജീവിതം അർത്ഥപൂർണമാകും. അപ്പോഴാണ് അവന് പെട്ടെന്ന് സ്വപ്നത്തിൻ്റെ ഓർമ്മ വന്നത്. സ്വപ്നങ്ങൾ വിശകലനം ചെയ്ത് അവയുടെ അർത്ഥം പറയുന്ന ഒരു വൃത്ത ടരീഫയിൽ ഉണ്ടല്ലോ എന്ന്. ഈജിപ്തിലെ പിരമിഡുകളിലേക്കുള്ള അയാൾ യാത്ര പോകുന്നതും അവിടെ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ നിധി ലഭിക്കുന്നതുമായിരുന്നു ആ സ്വപ്നം. അങ്ങനെ തൻ്റെ ആ സ്വപ്നത്തെക്കുറിച്ച് വൃദ്ധയോട് സാന്റിയാഗോ പറഞ്ഞു. അവർ അവൻ്റെ കൈകളെടുത്ത് നോക്കി. എനിക്കിപ്പോൾ നീ പ്രതിഫലം ഒന്നും തരേണ്ട, പക്ഷേ എന്തെങ്കിലും നീ ആ നിധി കൈക്കലാക്കിയാൽ അതിൻ്റെ 10 എനിക്ക് തരണം. സാന്റിയാഗോ സമ്മതിച്ചു. എൻ്റെ അഭിപ്രായം നീ പിരമിഡുകൾ തേടി പോകണമെന്ന് തന്നെയാണ്. അതെവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും സ്വപ്നത്തിൽ അത് പറഞ്ഞു തന്ന ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ. ആ വാക്കുകൾ വെറുതെ ആവില്ല. നീ ആ നിധി കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ നീ ഒരു ധനവാനും ആകും. അവൻ അത്ഭുതം തോന്നി, ഒപ്പം നീരസവും. ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഇത്ര നേരം കാത്തിരുന്നത്? അവരുടെ മറുപടികൾ സാന്റിയാഗോയെ തൃപ്തനാക്കിയതേയില്ല. തൻ്റെ സമയം വെറുതെ പാഴാക്കിയെന്ന് അയാൾ ഉരുവിട്ടു. അങ്ങനെ നിധി കണ്ടെടുക്കാനായി ഈജിപ്തിലെ പിരമിഡിൻ്റെ അടുത്തേക്ക് യാത്ര തിരിക്കാൻ സാന്റിയാഗോ തീരുമാനിക്കുന്നു. ചെയ്തു തീർക്കാനുള്ള 100 വട്ടം കാര്യങ്ങളെക്കുറിച്ച് അവൻ ഓർമ്മ വന്നു.
ആട്ടിൻകൂട്ടത്തെ പട്ടണത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു ചങ്ങാതിയുടെ ആലിയിലാക്കി അവൻ അങ്ങാടിയിലേക്ക് നടന്നു. കുടിക്കാൻ വീഞ്ഞും തൻ്റെ പഴയ പുസ്തകം മാറ്റി വാങ്ങിയും അയാൾ ചന്തയിലേക്ക് പോയി തിരിച്ചു വരികയായിരുന്നു. നട്ടുച്ച നേരം, വെയിലിന് നല്ല ശക്തിയുള്ള സമയം. അല്പനേരം വിശ്രമിക്കാനായി സാന്റിയാഗോ ഒരു മരച്ചോട്ടിലിരുന്നു. കുപ്പിയിൽ നിന്ന് അല്പം വീഞ്ഞെടുത്ത് കുടിച്ചു. പുസ്തകക്കടയിൽ നിന്ന് മാറ്റി വാങ്ങിയ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അവൻ്റെ ശ്രദ്ധ വായനയിലായിരുന്നില്ല. മനസ്സിലാകെ ആ കച്ചവടക്കാരൻ്റെ മകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ള കഥകളെല്ലാം ഓർത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അവൻ. ആ സമയത്ത് ഒരു വൃദ്ധൻ പതുക്കെ നടന്ന് സാന്റിയാഗോ ഇരുന്നിരുന്ന മരത്തണലിലോട്ട് വന്നു. വല്ലാത്ത ദാഹം, എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. വീഞ്ഞുകുപ്പിയിൽ നോക്കിക്കൊണ്ടായിരുന്നു വൃദ്ധന്റെ ചോദ്യം. അല്പം വിമുഖതയോടെ ആണെങ്കിലും വീഞ്ഞുകുപ്പി വൃദ്ധന് നേരെ സാന്റിയാഗോ നീട്ടി. വീഞ്ഞുകുപ്പിയും വാങ്ങിച്ചുകൊണ്ട് സാന്റിയാഗോ വായിച്ചു കൊണ്ടിരുന്ന ബുക്കിലേക്ക് നോക്കിക്കൊണ്ട് വൃദ്ധൻ ഇരിപ്പുറപ്പിച്ചു. ഏതാണ് ഈ പുസ്തകം? വൃദ്ധൻ പോകാൻ ഭാവമില്ലാതെ സാന്റിയാഗോയോട് ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ അവൻ ആ പുസ്തകം ആ വൃദ്ധന് നേർക്ക് നീട്ടി. വായിച്ചോളൂ എന്നൽപ്പം പുച്ഛത്തോടെ പറഞ്ഞു. അങ്ങനെയെങ്കിലും അയാൾ ഒന്ന് പോയി ഒഴിഞ്ഞിരുന്നെങ്കിൽ. ആ വയസ്സനുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. വൃദ്ധനെ വായിക്കാൻ അറിയില്ലെന്നായിരുന്നു അവൻ്റെ ധാരണ. അസാധാരണമായ വസ്തു എന്നോണം ആ വൃദ്ധൻ പുസ്തകത്തിൻ്റെ പുറംചട്ടിയും താളുകളും മറച്ചു നോക്കി. ഇതൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥം തന്നെ, പക്ഷേ വായിക്കാൻ വലിയ രസമില്ല, വൃദ്ധൻ പറഞ്ഞു. അവൻ വൃദ്ധനെ അത്ഭുതത്തോടെ നോക്കി. ഇയാൾ പറയുന്ന പോലെ ഇത് രസമില്ലാത്ത ബുക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റിയെടുക്കണം. എല്ലാ പുസ്തകത്തിലും പറയുന്നത് തന്നെ ഇതിലും സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ കഴിവുകയാണ്. എന്നിട്ടോ ഈ പ്രപഞ്ചം വളരെ വലിയൊരു മിഥ്യ ആണെന്ന സിദ്ധാന്തവും. എന്നാലും ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതി സാന്റിയാഗോ ആ വൃദ്ധനോട് ചോദിച്ചു, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ എന്താണ്? വൃദ്ധൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതയാത്രയിൽ ഏതോ ഒരു വഴിത്തിരിവിൽ മനുഷ്യന് അവൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നെയൊക്കെ വിധിയുടെ കൈപ്പിടിയിൽ. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ. ഈ വാക്കുകൾ സാന്റിയാഗോ വളരെയധികം ചിന്തിപ്പിച്ചു. പലതരത്തിലുള്ള മനുഷ്യർ, എത്രയൊക്കെയോ മനുഷ്യർ, പലയിടത്തും പലതും വെച്ച് നഷ്ടപ്പെട്ടവർ, പലതും ഒരിക്കലും തിരിച്ചു കിട്ടാത്തവ. അതിനുള്ള പരിഹാരം തേടി ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവർ, ആരാധാലയങ്ങളിലും മറ്റും വഴിപാടുമായി കഴിയുന്നവർ, ഒന്നും ചെയ്യാതെ ജീവിതത്തെ നേരിടാതെ നിഷ്ക്രിയരാകുന്ന മനുഷ്യർ. അങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. എന്നെ ഒരു പാതിരിയാക്കാനായിരുന്നു എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചത്. പക്ഷേ ഒരു ആട്ടിടയനാകാൻ ഞാൻ തീരുമാനിച്ചു. അല്ലെങ്കിലും ഓടി ചൂറ്റാനാണല്ലോ നിനക്ക് താല്പര്യം? വൃദ്ധൻ ചോദിച്ചു. അവന് വല്ലാത്ത അതിശയം തോന്നി. തൻ്റെ മനസ്സിലുള്ളത് ഇയാൾ അറിഞ്ഞതെങ്ങനെ? എൻ്റെ പേര് മെൽഷിഡെക് എന്നാണ്. ആട്ടെ, നിനക്ക് എത്ര ആടുകളുണ്ട്? വേണ്ടത്രയുണ്ട്. അല്പം കനത്തിലായിരുന്നു അവൻ്റെ മറുപടി. ഓ, അങ്ങനെ നിനക്ക് ആവശ്യത്തിനുള്ള ആടുകളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയില്ല. അവന് ദേഷ്യം വന്നു. ആ പുസ്തകം തന്നേക്ക്, എനിക്ക് പോകാറായി. അവൻ തൻ്റെ നീരസം മറച്ചു വെച്ചില്ല. അവിടെ ചെന്ന് ആടുകളെയൊക്കെ എനിക്ക് ഒരുമിച്ച് കൂട്ടണം. അവൻ എഴുന്നേറ്റു. നിന്റെ ആട്ടിൻ പറ്റത്തിൽ ഒരു 10 ഭാഗം എനിക്ക് തരുമോ? എന്നാൽ നീ അന്വേഷിക്കുന്ന നിധി എവിടെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. പെട്ടെന്ന് അവൻ തൻ്റെ സ്വപ്നം ഓർമ്മ വന്നു. അതോടെ കാര്യങ്ങളുടെ കിടപ്പും. സ്വപ്നത്തിൻ്റെ ബലമറിയാൻ ഞാൻ കണ്ട ആ വൃദ്ധയുടെ ഭർത്താവായിരിക്കും ഇയാൾ. രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒത്തുകളി. പക്ഷെ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ താഴെ കിടന്നിരുന്ന ഒരു കോലെടുത്ത് അയാൾ മണലിൽ എന്തോ എഴുതാൻ തുടങ്ങി. അയാൾ മണലിൽ എഴുതിയിട്ടിരിക്കുന്നു അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ, അവൻ പഠിച്ചിരുന്ന സെമിനാരിയുടെ പേര്, അവൻ്റെ ഹൃദയം കവർന്ന ആ സുന്ദരി പെണ്ണിൻ്റെ പേര്, പിന്നെയും ഒരു പിടി കാര്യങ്ങൾ, ആരോടും അവൻ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ. ഞാൻ സലേമിലെ രാജാവാണ്. നീ സ്വന്തം ജീവിതത്തെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നത്. നീ ഉള്ളിൽ മോഹിച്ചതെന്തോ അത് കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അത് വ്യക്തമായിരിക്കും. എന്നാൽ വലുതാകാൻ തുടങ്ങുമ്പോഴാണ് അതെല്ലാം മങ്ങാൻ തുടങ്ങുന്നത്. വയസ്സൻ പറയുന്നത് അവന് മനസ്സിലായില്ല. എങ്കിലും അയാൾ സൂചിപ്പിച്ച നിഗൂഢ ശക്തി, അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ അവന് തോന്നി. ഈ ശക്തി ഒരു വിധത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമാണ്. അതേസമയം സ്വന്തം നിയോഗം കണ്ടെത്താൻ ഒരുവന് സഹായമായും ഭവിക്കുന്നു. ഒരാൾ ആരോ എന്തോ ആകട്ടെ, എന്തെങ്കിലും ഒന്ന് പൂർണ്ണമായ മനസ്സോടെ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാതെ വരില്ല. കാരണം സ്വന്തം വിധിയാണ് മനസ്സിൽ ആ മോഹത്തിൻ്റെ വിത്ത് പാകുന്നത്. അതിൻ്റെ സാഫല്യമാണ് ആ ജീവിതത്തിൻ്റെ ഉദ്ദേശം. മനുഷ്യൻ ജീവിതാരംഭത്തിൽ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാണ്. പക്ഷേ എന്തുകൊണ്ടോ വളർന്നു വലുതാകുമ്പോൾ ആ ബോധം അവന് നഷ്ടപ്പെടുന്നു. ആ വയസ്സിൻ്റെ വാക്കുകൾക്ക് ഒരു പരാതിയുടെ മട്ടുണ്ടായിരുന്നു. നാളെ നീ ഇതേ സമയത്ത് നിന്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ 10 ഭാഗവുമായി ഇവിടെ തന്നെ വന്നു നിൽക്കണം. നീ അന്വേഷിക്കുന്ന നിധിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം.
തൽക്കാലം നമുക്ക് പിരിയാം. അവൻ നോക്കി നിൽക്കെ കവലിയിലെ വളവ് തിരിഞ്ഞ് അയാൾ മറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മിഥ്യ നിഷ്ക്രിയാത്വമാണെങ്കിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? അതിനുള്ള ഉത്തരമാണ് പൗലോ കൊയ്ലോ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്നത്. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശത്തിൻ്റെ 1-ാം ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.